ലോൺ ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ആണ്. പൈസ മുടക്കണ്ട, ഈ ടാക്സ് വണ്ടി കൊടുക്കാം. അത് CNG അല്ലേ? CNG ആകുമ്പോ ഇത് പെട്രോൾ അല്ലേ? എത്ര മൈലേജ് കിട്ടുക? ഇത് 370. 3,70,000 കുറച്ച് കൊടുക്കും. അതെ. 2000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. വെറും 2000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2800 കിലോമീറ്റർ അല്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല അടിപൊളി. 10 ചോദിക്കുന്നുണ്ട്. ആ തെർച്ചിന് 10,000 കുറക്കും. കുറച്ച് കൊടുക്കാം. ലോണ് കയറുമ്പോ ഫുള്ളാണ്. അതെ. ഉറപ്പ് മുടക്കണ്ടല്ലേ? ഉറപ്പ് മുടക്കണ്ട. 2023 മോഡല്, 24 രജിസ്റ്റർ. 23 മോഡൽ 24 രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? അതെ. കമ്പിയും കൊളുത്തും എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഇത് 3 ലക്ഷം. 3 ലക്ഷമാണ് 7 സീറ്റ് ലോഡ്ജിക്ക് നമ്മൾ ചോദിക്കണം. അതും ടാക്സിൽ എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് എത്ര കയറും? 3.5 ലോണും കയറും. 35,000 റുപ്യക്കുള്ള അടിപൊളി കൂട് കെട്ട ടാക്സി പരിപാടിക്ക് എല്ലാ പരിപാടിയും പറ്റുമല്ലേ? ഇത് 170. 1,70,000 റുപ്യക്ക് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് എയ്സിനൊക്കെ കൊടുക്കാം. ലോൺ കയറില്ലതുമ്പോ നമ്മളങ്ങനെ ഒരു പുതിയ ഷോറൂം ഉണ്ട്. ടാക്സി ഷോപ്പാണ്. എല്ലാ മോഡലും വണ്ടികളും ഉണ്ട്. അതേപോലെ CNGന്റെ ഓട്ടോറിക്ഷ 6 ഉണ്ട്. ഒക്കെ ഫുൾ ഓണിലാണ്. അതിന് ടാക്സിയിൽ കാറുകൾ വേണോ? ഇതേമാതിരി ടാക്സി വണ്ടികൾ കുറെ ഉണ്ട് കേട്ടോ. ക്രെറ്റകൾ അങ്ങനെ ഉണ്ട്. അൾട്ടോർ കാറുകൾ അങ്ങനെയും ടാക്സി വണ്ടികൾ അങ്ങനെ എല്ലാ മോഡലും തരും. നമ്മളെ കോളേജിന് പറയാൻ സിദ്ദീഖൊക്കെ നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഷാറല്ലേ? ബിസ്മി ഓട്ടോ യൂസർ വെഹിക്കിൾസിലെ മക്കരപ്പറമ്പാണ് ലൊക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മക്കരപ്പറമ്പ് അടുത്ത് തന്നെ വരുന്നത്. തയ്യൽ ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചറാണ് അടുത്ത് വരുന്നത്. ഈ കാണുന്നത് അതിന് തൊട്ടടുത്താണ്. ഇവിടെ എക്സ്ചേഞ്ച്, ടെലിഫോൺ എക്സ്ചേഞ്ച്. മക്കരപ്പറമ്പ് റോഡ് സൈഡിലാണ് ബിസ്മി ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ആൾക്കൊക്കെ അറിയാലോ. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമോ? ഗൂഗിളിൽ അടിച്ചാൽ കിട്ടൂല. ഞാൻ ചെയ്തിട്ടില്ല. ഒന്നാമത് നമ്മളിപ്പോ ഈ ലൊക്കേഷനിൽ ഇപ്പൊ മാറിയിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. അപ്പൊ വീഡിയോയിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്തായാലും വിട്ടുതരും. മലപ്പുറം ജില്ലയിലാണ്, മക്കരപ്പറമ്പാണ്, മെയിൻ റോഡിന്റെ വക്കിനാണ്. എലൈറ്റ് ഫർണിച്ചറാണ് കാണുന്നത് അല്ലെ? അല്ല, തയ്യൽ ഫർണിച്ചറാണ്. അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഷോപ്പ് വരുന്നില്ലേ? ഏകദേശം എത്ര മുതൽ ടാക്സി വണ്ടികളുണ്ട് ഇവിടെ തുടങ്ങുന്നുണ്ട്? ഗുഡ്സുകളൊക്കെ ആയിട്ട് ഗുഡ്സുകൾ 1 ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒക്കെ മാക്സിമം ലോൺ ചെയ്യോ? ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. 1 ലക്ഷം റുപ്യ വണ്ടിക്ക് 1 ലക്ഷം ഫുൾ ഓൺ. അതേപോലെ CNGന്റെ വണ്ടികൾ 6 ഉണ്ടല്ലോ. ഫുൾ ഓൺ കൊടുക്കാം. രണ്ടുണ്ടല്ലോ. ചെറിയ മുടക്കിൽ ഇറക്കാം, അല്ലെങ്കിൽ ഫുൾ ഓൺ അങ്ങനെയും കൊടുക്കാം. ഇപ്പൊ ജീത്തുകളുണ്ട്, ഇനി പിക്കപ്പുകളാണ് അങ്ങനെ തരാം. ഇനി വേറെ വേറെ വണ്ടികൾ കയറാണ്ട്. ഏതൊക്കെയാണുള്ളത്? ഗുഡ്സ് വെഹിക്കിളാണ്. ജീത്തോ, അതേപോലെ 3 വീല് ഗുഡ്സ് ഒക്കെ കയറാണ്ട്. ഏത് ടാക്സി വണ്ടിക്ക് വേണമെങ്കിൽ വിളിച്ചോളി. എല്ലാം സെറ്റ് ആയി. കാറിനാണ് അങ്ങനെ വിളിച്ചോളി. ടാക്സിയിൽ 7 സീറ്റ് കാറുകളാണ് അങ്ങനെ തരും. അൾട്ടോണറുകൾ അങ്ങനെ ഉണ്ട്. ക്രെറ്റകൾ അങ്ങനെ തരും. ഒക്കെ മാക്സിമം ലോൺ തരുമല്ലോ അല്ലേ? ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലിലേക്ക് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറയാൻ. നേരെ വീഡിയോയിലേക്ക് പോകാം. സിദ്ദീഖുക നല്ല അടിപൊളി CNG ഓട്ടോറിക്ഷകളാണ് ഈ കിടക്കണക്കല. ഏത് ടാക്സി വണ്ടി നമ്മൾ കൊടുക്കും. അതും മാക്സിമം ഫുൾ ഓണാണ്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ഓണ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇതും ഫുൾ ഓൺ കൊടുക്കാം. അപ്പൊ ആദ്യം CNG ഓട്ടോറിക്ഷ ആയിക്കോട്ടല്ലേ? എങ്ങനെ മോഡലായിരുന്നാലേ? ഇത് 2023 ഡിസംബർ വണ്ടി. 23 ഡിസംബർ വണ്ടിയാണല്ലേ? ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് ആണ്. ഇത് ഓടിയുടെ എത്ര നാല്? ഇത് ഓടിയത് 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള CNG 2 കുറ്റിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നല്ല വൃത്തിയുള്ള അടിപൊളി ഉണ്ടല്ലേ? ഓണർഷിപ്പ് എന്തായാലും സിംഗിൾ ആക്കാറല്ലേ? അതെ. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടാക്സ്, ബാക്കിയുള്ള പരിപാടികള്? ടാക്സ് 5 വർഷത്തെ ടാക്സ് ഉണ്ടാവും. 5 വർഷം പേപ്പർ ഇപ്പൊ നിലവിലുണ്ട്. നിലവിൽ ഇൻഷുറൻസ് എല്ലാം എടുത്തു കൊടുക്കുമല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? ഇത് 2 ലക്ഷം ചോദിക്കണ്ട്. അതിന് കുറച്ച് കൊടുക്കുവോ? ചെറുതായിട്ടൊക്കെ ചെറിയ പണി ചെയ്ത് കൊടുക്കാം. ലോൺ കാര്യങ്ങൾ എങ്ങനെ കയറുക? ലോൺ ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ആണ്. പൈസ മുടക്കണ്ട, ഈ ടാക്സ് വണ്ടി കൊടുക്കാം. അത് CNG അല്ലേ? CNG ആകുമ്പോ ഇത് പെട്രോൾ അല്ലേ? എത്ര മൈലേജ് കിട്ടുക? പെട്രോള് ഗ്യാസ് പെട്രോള് എത്ര മൈലേജ് കിട്ടും? 40 മൈലേജ് എന്തായാലും കിട്ടും. പൈസ മുടക്കാതെ നമുക്ക് CNG വണ്ടിയാണ് കൊണ്ടുപോകാം അല്ലേ? ഉഷാറുണ്ടല്ലേ? ആൾ കേരളങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. ചെയ്തെടുക്കും. ആ പരിപാടി ഉണ്ടല്ലേ? അതേ പറഞ്ഞ വീണ്ടും വരെ CNG ഓട്ടോറിക്ഷ ആണല്ലോ. 2000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. വെറും 2000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2800 കിലോമീറ്റർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല അടിപൊളി. എത്ര മോഡലുണ്ട്? മോഡൽ 23 ആണ്. 24 3-ാം വർഷം വണ്ടിയാണ്. വണ്ടിയുണ്ട്. എല്ലാം ഉണ്ടല്ലോ. പുതിയ വണ്ടി. ഷോറൂമിൽ തന്നെ ഇറക്കണം. ആ കണ്ടീഷനിൽ CNG കുറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 260. 2,60,000 ആണ് ഈ 2900 കിലോമീറ്റർ ഓടിയ CNG വണ്ടിക്ക് ചോദിക്കുന്നത്. അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാം അല്ലേ? നോക്കല്ലേ? കസ്റ്റമർ നോട്ടല്ലേ? ലോണ് കാര്യങ്ങളൊക്കെ? ലോൺ നമുക്ക് ഇതിന് ഫുള്ളാ കയറുവോ? ഇല്ല,
ചെറിയ മുടക്കം 2.4 വരെ ചെയ്യാം. 2.4 ലക്ഷം വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു 10-40 മുടക്കേണ്ടി വരില്ലേ? ഇത് ചെറിയ മുടക്കില്, മറ്റേത് ഫുൾ ലോണും കയറും. പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ? ഇതൊക്കെ എന്നാലും ഒരു 10 മൈലേജ് കിട്ടൂലേ? ഒക്കെ സെയിം ആക്കാരല്ലേ? അടുത്ത വണ്ടി വീണ്ടും CNG ആപ്പ കുറിച്ചല്ലേ? എങ്ങനെ മോഡൽ വരുന്നല്ലേ? ഇത് 2024 24 മോഡൽ ആപ്പ കുറിച്ചാണല്ലേ? 5000 കിലോമീറ്റർ ഓട്ടം ആ കൂടിയിട്ടുള്ളൂ. അതെ, എല്ലാ ഓട്ടോസും ലോ കിലോമീറ്റർ അല്ലേ? 2 കുറ്റി CNG ഉണ്ടല്ലേ? 4 മാസം പഴക്കമുള്ള ആകെ 4 മാസം പഴക്കമുള്ളൂ അല്ലേ? ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകല്ലേ? അതെ അതെ. എങ്ങനെ ഷോപ്പിൽ നടക്കണം അതേ കണ്ടീഷനിൽ കൊണ്ടുപോകാം. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം കൂടി ഉഷാർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണല്ലേ? ഇത് 2.5 ലക്ഷമാണ് ചോദിക്കണ്ടേ? അതില് കുറച്ച് കൊടുക്കുമോ? അതെ. എന്താ ചെയ്ത് കൊടുക്കും? ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുള്ളാ കയറുവോ? മാക്സിമം ഒരു 10 രൂപ ഇറക്കാം. 10,000 മുടക്കിൽ നല്ല അടിപൊളി ടാക്സിയിൽ CNG ഉള്ള വണ്ടികൾ കൊണ്ടുപോകാം. ഷോറൂം നടക്കേണ്ട അതേ കണ്ടീഷൻ. ലോ കിലോമീറ്റർ വണ്ടികളല്ലേ? അതെ, ഏകദേശം വണ്ടികളൊക്കെ ലോ കിലോമീറ്റർ ആണല്ലേ? നല്ല വണ്ടി ക്വാളിറ്റി തന്നെ കൊടുക്കുള്ളൂ നമ്മളല്ലേ? ഇതിന്റെ ടാക്സ് പരിപാടികളൊക്കെ ക്ലിയർ ആണല്ലേ? എല്ലാം ക്ലിയർ. എടുക്കുന്നവർക്ക് 4 മാസം പഴക്കമുള്ളൂ. പഴക്കമുള്ളൂ അല്ലേ? ഇനി എടുക്കുന്നവർക്ക് വേറെ പരിപാടി നോക്കണ്ട? ഒന്നുമില്ല. ആ ഓക്കെ. അപ്പൊ എന്തായാലും മൈലേജ് കിട്ടും. അതെ. അടുത്ത വണ്ടി വീണ്ടും അതേമാതിരി 3-4 ഉണ്ടല്ലേ? CNG ഉള്ള വണ്ടികള്. അപ്പൊ ഇതെങ്ങനെ കുറച്ച് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണല്ലോ? അതെ, പണിയൊക്കെ എടുത്ത വണ്ടിയാണല്ലോ അല്ലേ? എങ്ങനെ മോഡൽ ആയിരുന്നാല്? ഇത് 2023 മോഡല്, 24 രജിസ്റ്റർ. 23 മോഡൽ 24 രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? കമ്പിയും കൊളുത്തും എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ടല്ലേ? സീറ്റുകാര് മണിയറമാര് ചെയ്തോണ്ടല്ലേ? ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് 23,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണോ? 1. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അതൊക്കെ സിംഗിൾ തന്നെ ഉള്ളൂ അല്ലേ? വേറെ പിന്നെ റീപ്ലേസുകളൊന്നും ചോദിക്കണ്ടല്ലോ അല്ലേ? ഒന്നുമില്ല. ഒരു വൃത്തിലുണ്ടല്ലേ? വേറെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 260. 260 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറുന്നാല്? ലോണ് 220 ലോൺ കയറും. 40,000 മുടക്കിൽ നമുക്ക് CNG ഉള്ള വണ്ടി കൊണ്ടുപോകാം അല്ലേ? എന്തായാലും 14 ആ ലെവലിൽ മൈലേജ് കിട്ടും. ഇതൊക്കെ 3 വർഷം ഗ്യാരണ്ടി വാറന്റി ഉള്ള വണ്ടിയല്ലേ ഇതൊക്കെ? അല്ലേ? വാറന്റി കൊടുക്കുന്നുണ്ട്. അറിയില്ല. സർവീസ് ഉള്ളതൊക്കെ ഉണ്ടാവും. അടുത്ത വണ്ടി അതേമാതിരി തന്നെ ഒരു ഗുഡ്സാണല്ലോ? അപ്പ ഗുഡ്സ്. ഞങ്ങൾ മോഡലുണ്ട്. ഇത് 2023. 23? ഒക്കെ 23 ആണല്ലേ? കിലോമീറ്റർ എത്ര ഓടിക്കുന്നല്ലേ? കിലോമീറ്റർ 18,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്? 1. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? എല്ലാം ഷോറൂം കണ്ടീഷനിൽ കൊണ്ടാക്കാം. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 2.25. 2,25,000 ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറുന്നാല്? ലോണ് ഏകദേശം ഫുൾ ആയിട്ട് കൊടുക്കാം. ഫുൾ ആണ്. ടാക്സിയില് ഫുൾ ആണ് കയറ്റി കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്യാരണ്ടി വണ്ടിയില്ലേ? അതെ. അതേമാതിരി തന്നെ വീണ്ടും 2023 വണ്ടി. 23 തന്നെയാണ്. ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ? എല്ലാം 1. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 ഓട്ടം. ആ വടിയുണ്ട്. ചോദിക്കുന്ന റേറ്റ് എത്ര? 2 ലക്ഷം. 2 ലക്ഷം ചോദിക്കുന്നുണ്ട്. എല്ലാം 2 ലക്ഷം. ലോൺ എത്ര കയറുന്നാലേ? ഫുള്ളാണ്. ഉറപ്പ് മുടക്കണ്ട. പൈസ മുടക്കാതെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ CNG വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രൊഫൈൽ മാക്സിമം ലോൺ അല്ലേ? അല്ലെങ്കിൽ 10,000 മുടക്കിലിറക്കാം. മുടക്കുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഏത് വണ്ടിക്കും ആൾക്കാർ വന്നോട്ടല്ലേ? 2 വണ്ടി ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കൊടുക്കുന്നുണ്ട്. മറ്റേ ചെറിയ മുടക്കുകൾ വരും. 10,000 35 മുടക്കൊക്കെ വരുമല്ലേ? ഇതൊക്കെ പിന്നെ അതേപോലെ 14 മൈലേജും കിട്ടുമല്ലോ അല്ലേ? ഇതൊക്കെ കമ്പനി വാറന്റിയും കാര്യങ്ങളും ഗ്യാരണ്ടി ഉള്ള വണ്ടികളാണല്ലോ. രണ്ടുണ്ട്. ഇനിയിപ്പോ വേറെ കുറെ കയറാണ്ടോ കാലത്ത്? വണ്ടി വേറെ ഈ സംഭവം കയറാണ്ടോ? ഒരു വണ്ടി കൂടി ഉണ്ട്. കയറാണ്ടല്ലോ അല്ലേ? ഓക്കെ. ഏത് വണ്ടി വിളിച്ചാൽ സെറ്റ് ആയി കൊടുക്കും. ഇതൊക്കെ ആൾക്കാരിലെ ഡെലിവറി ഉണ്ടല്ലോ അല്ലേ? അതെ. സിബിൽ നോക്കിയിട്ടാണ് ചെയ്യാം. മാക്സിമം ചെയ്യാം. നിങ്ങൾ ലോൺ പരിപാടി നിങ്ങൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ ശ്രീറാം ഫിനാൻസ് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? സിബിൽ വേണം. സിബിലിനൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് അടുത്തുള്ള അടിപൊളി ജീത്തോ അല്ലേ? മഹീന്ദ്രന്റെ ജീത്തോ. അതെ. എല്ലാത്തിനും പറ്റിയ വണ്ടിയില്ലേ? എങ്ങനെ മോഡലുണ്ട്? ഇത് 2020 മോഡല്, 21 രജിസ്റ്റർ വണ്ടി. 20-21 രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? എത്ര ഓടിക്കണെന്നാല്? ഇത് 37 കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ?
എന്നാ വേറെ എന്തെങ്കിലും മേജർ ഒന്നും ചെയ്യലോ? ഇല്ലല്ലോ, ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യലല്ലേ? ഇല്ല. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ല, ഓണർഷിപ്പ് വണ്ടി, തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയില്ലേ? അതെ. ആ, എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? എത്ര വില ചോദിക്കണ്ട്? 260. 2,60,000 ജീത്തൊക്കെ ചോദിക്കണ്ട്. അതിൽ കുറച്ച് കൊടുക്കൂലേ? ലോണ് കയറില്ല? എത്ര കയറുമ്പോ ലോണ്? കയറോ? 2.25. 2.25 ലോൺ കയറും. ഒരു 40,000 30,000 മുടക്കിൽ നമ്മൾ അടിപൊളി ജീത്ത കൊണ്ടുപോകാം അല്ലെ? തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടില്ലേ? ഇതിപ്പോ ഡീസലാകുമ്പോ എത്ര മൈലേജ് കിട്ടും? 30. ആ ലെവലില് മൈലേജും കിട്ടും. ഓക്കെ. എന്നാ അടുത്തോണ്ടല്ലോ അത് അടിപൊളി. അതിലാണത് ഇത് അൽഫ പ്ലസ്. അൽഫ പ്ലസ് അല്ലേ? 2024 വണ്ടിയാ. 24 മോഡൽ ഉണ്ടല്ലേ? ആ, സിംഗിൾ ഓണർഷിപ്പ് ആകാറല്ലേ? എത്ര ഓടിയിരുന്നാല്? 5000. ആകെ 5000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് സൈഡിലെ കൂടും കാര്യങ്ങളും കെട്ടാണ്ടാവൂല്ലോ അല്ലേ? കമ്പനി വന്ന പോലെ പുതിയ വണ്ടിയാ, ലോക്കാണല്ലേ? ഓക്കെ. ഷോറൂം നടക്കുന്ന അതേ കണ്ടീഷനിൽ ഒരു പണി എടുക്കാണ്ടാവില്ല? ഒന്നുമില്ല. എന്നാ എത്ര വണ്ടികൾ ചോദിക്കുന്ന ഐറ്റം പറഞ്ഞാൽ? ഇത് 1.90. 1.90 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കൂലേ? ഇതിപ്പോ ലോണ് കയറുമല്ലേ? ഫുള്ള് കയറുമോ? ഫുള്ള് 1.5 ലോണ് കയറും. 14,000 മുടക്കാണെങ്കിൽ നല്ല അടിപൊളി. മാക്സിമം ചെയ്യാലല്ലേ? പ്രൊഫൈലും സിവിലും കാര്യങ്ങളും ഉഷാറാണ്. ചെയ്തോക്കെ ലോണിന് നിങ്ങൾ ചെയ്തെടുക്കൂലേ? ഏത് വണ്ടികളും ചെയ്തെടുക്കും. കാറായാലും ഗുഡ്സ് ആയാലും ടാക്സി എല്ലാം നിങ്ങൾ ചെയ്തെടുക്കും. ആളുണ്ടല്ലോ അല്ലേ? ഇതിപ്പോ എത്ര മൈലേജ് കിട്ടും? ഇത് 30 മൈലേജ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. എന്നാ അടുത്തോടെല്ലാം അടിപൊളി കാറായിക്കോട്ടല്ലേ? ടാക്സിയിലെല്ലാം അടിപൊളി. ഡ്രൈവറാണത്? അല്ല, ലോഡ്ജ്. റെനോൾട്ടിന്റെ ലോഡ്ജ് ആണല്ലേ? ടാക്സിയാണ്. ടാക്സി വണ്ടി ആണല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. 7 സീറ്റ് ആണല്ലേ? ഇത് ടാക്സിയിലും കൊടുക്കുള്ളൂ അതോ അത് പ്രൈവറ്റ് ആയി കൊടുക്കുവോ? ഇപ്പൊ നിലവിൽ നമ്മൾ ടാക്സിയിലാണല്ലേ? ഈ ലെവലിലാണ് കൊടുക്കൂ. നേരെ മോഡൽ എന്തേ? ഇത് 2015 വണ്ടി. 15 മോഡലാണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.35 ഓടിയുണ്ട്. ടാക്സിയിലെല്ലാം പേപ്പറും ക്ലിയർ ആക്കിട്ട് കൊടുക്കാം. എല്ലാം ക്ലിയർ ആക്കിട്ട് കൊടുക്കുമല്ലേ? എല്ലാം കൊണ്ട് ഉഷാറാണല്ലേ? വൃത്തിയുള്ള അടിപൊളി ഉണ്ടല്ലേ? ഓണർഷിപ്പ് എത്ര സെക്കൻഡോ? 1 നിലവിലുള്ളല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ട് അതിന്? റീപ്ലേസ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, മെയിൻ ഗ്ലാസ്. വേറെ മേജർ ആക്സിഡന്റ് മേജർ ഒന്നുമില്ലല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ഉണ്ട് അല്ലേ? മാറ്റി കൊടുക്കാം. മാറ്റിയാണ് പുതിയതായിട്ട് കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 3 ലക്ഷം. 3 ലക്ഷമാണ് 7 സീറ്റ് ലോഡ്ജിൽ നമ്മൾ ചോദിക്കണം. അതും ടാക്സിൽ എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട്. ലോണ് കയറാൻ പറ്റുമോ? ലോണ് 2 ലക്ഷം ലോൺ കയറും. എന്തായാലും 1 ലക്ഷം അല്ലെങ്കിൽ 19,000 മുടക്കിലാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഡീസലേ പറ്റുള്ള? ഡീസല്. എത്ര മൈലേജ് കിട്ടും? 15-16 ആ ലെവലില് മൈലേജ് പറയാം. ഏഴൊക്കെ അടിച്ചു പിന്നെ പോകാലല്ലേ? ടാക്സിൽ ഉപയോഗിക്കാം. എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ? എന്നാ അതേപോലെ അടിപൊളി അൾട്ടോ 800 ആയിക്കോട്ടെ. 2017 വണ്ടിയാണ്. 17 മോഡൽ അൾട്ടോ 800 ആണല്ലേ? LXi വരുന്നത്? അതെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ? 52,000 കിലോമീറ്റർ ആണ്. ഓടിയിട്ടുള്ളൂ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് എന്ന് പറയാനൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. ഇതിന് കമ്പനി ഹിസ്റ്റർ ഉണ്ടാവൂലേ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്, പക്ഷെ കറക്റ്റ് സർവീസ് അല്ലല്ലേ? ഹിസ്റ്റർ ഉണ്ട്, കറക്റ്റ് സർവീസ് അല്ലല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? നമ്മള് 2.25 ലക്ഷം രൂപ. 2.25 ലക്ഷം രൂപയ്ക്ക് 17 മോഡല് അൾട്ടോ 800 കൊടുക്കാം. അതെ, കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങൾ കയറില്ല? ലോണ് ഫുള്ളാണ്. ഉറപ്പ് മുടക്കാതല്ല അടിപൊളി 17 മോഡൽ അൾട്ടോ 800 കൊടുക്കാല്ലേ? പൈസ തന്നെ കൊടുക്കണേ. സിവിലൊക്കെ ഉഷാറാണെന്നുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ? അതെ. പെട്രോൾ എന്ത് മൈലേജ് കിട്ടും? കമ്പനി പറഞ്ഞ 20 ആണ്. ഒരു 10-15 മൈലേജ് പറയാലല്ലേ? അടുത്ത വണ്ടിയല്ല അടിപൊളി ഡാക്സന്റെ റെഡിയാണല്ലോ. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, KL1 ആണല്ലേ? അതെ. എങ്ങനെ മോഡൽ ഉണ്ട്? 2019 മോഡലാണല്ലേ? മിഡിൽ ഓപ്ഷനിൽ വരുന്നത്? അല്ല, ബേസ് ആണ്. ബേസ് മോഡലാ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 41,000 കിലോമീറ്റർ നിലവിൽ ഓടിയുണ്ട്. അതെ. ഓണർഷിപ്പ് എത്രയാണോ? സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ആ പരിപാടികളൊന്നും ഇല്ലല്ലേ? നമ്മളൊരു വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാ. നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അപ്പൊ അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 1.90. 1,90,000 രൂപയ്ക്ക് നമുക്ക് അടിപൊളി ഡാക്സന്റെ റെഡികൾ കൊടുക്കാല്ലേ? അതെ. എന്തെങ്കിലും കുറച്ചും കൊടുക്കാല്ലേ? അതെ. ഇതുമ്പോ ലോണ് കയറുന്നാല്? ലോണ് കയറും.
കയറും ഏകദേശം എത്ര കയറും? ഫുള്ളോ കയറും? ഏകദേശം ഫുള്ള് കയറും. ഫുള്ളോ കയറല്ലേ? ഡാക്സിനൊക്കെ മാക്സിമം ഫുൾ ഓണം തന്നെയാണല്ലേ? പൈസ മുടക്കുന്ന ആൾക്കാരല്ലേ? ഇത് പെട്രോൾ മാത്രം 18 മൈലേജ് കിട്ടൂലേ? 20 മൈലേജ് ഉണ്ട്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ലെവലിൽ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അടുത്താണല്ലോ അടിപൊളി മഹീന്ദ്രന്റെ കൊട്ട ജീപ്പിലെ ബൊലീറോ മാക്സി ട്രക്ക്. ബൊലീറോ മാക്സ് ട്രക്ക്. പലരും പല പേരാ പറഞ്ഞില്ലേ? എങ്ങനെ മോഡൽ 2017. ഇത് എത്ര ഓടിക്കണെന്നാലേ? ഇത് 78,000 നിലവിൽ ഓടിക്കണ്ടല്ലേ? അതെ. തുരുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പുതിയ പേപ്പറാണ്. പഠിപ്പിച്ച് അടിപൊളിയാക്കി ചെയ്തോണ്ടില്ല. അതെ, പുതിയ പേപ്പറാണ്. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ടാക്സിൽ എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ? അതെ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. മൊത്തം അടിപൊളി ഉണ്ടല്ലേ? വേറെ കാര്യങ്ങൾ അതുണ്ട്. ഫുൾ കണ്ടല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നതല്ലേ? ഇത് 410. 410 ചോദിക്കുന്നുണ്ട്. ആ തെർച്ചിന് 10,000 കുറക്കുമോ? കുറച്ചെടുക്കാം. ലോണ് കയറുമ്പോ ഫുള്ളാണ്. അതെ. ഉറപ്പ് മുടക്കണ്ടല്ലേ? ഉറപ്പ് മുടക്കണ്ട. പൈസ മുടക്കാതെ നല്ല അടിപൊളി മഹീന്ദ്രന്റെ ജീപ്പ് കൊടുക്കണ്ടല്ലേ? അതെ. ഫുൾ കണ്ടീഷൻ വണ്ടി. ഫുൾ ഓണില്. ഇത് എത്ര ഡീസൽ എത്ര മൈലേജ് കിട്ടും? 15. ആ ലെവലില് മൈലേജ് പറഞ്ഞു കൊടുക്കാല്ലേ? അതെ. ഓഫ് റോഡ് ഏത് മലിങ്ങൊന്നും കയറൂലേ? കയറും, പക്ഷെ അതിന് മറ്റേ ഗിയറില്ല. 4x4 ഇല്ലാതെ വലി ഉണ്ടാവും. വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അടുത്താണല്ലോ മഹീന്ദ്രന്റെ സുപ്രോ മാക്സി ട്രക്ക് AC വണ്ടി. 2019 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് 1 ഓടിക്കണോ? 1,00,000 കിലോമീറ്റർ ഓടിക്കണല്ലേ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സിംഗിൾ ഓണർഷിപ്പില്ലേ? ഇതിനും അതേപോലെ പാച്ച് വർക്ക് തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം പണിയെടുത്ത് ഉഷാറാക്കി വണ്ടി. പുതിയ പേപ്പർ നമുക്ക് എടുത്തു കൊടുക്കാം. ഫുൾ പേപ്പർ ടാക്സിലുള്ള പേപ്പർ ക്ലിയർ ആയി കൊടുക്കും. അതെ. എന്നാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? ഇത് 3,70. 3,70,000 കുറച്ച് കൊടുക്കും. അതെ. ലോണ് കാര്യങ്ങൾ എത്ര കയറും? ലോൺ ഒരു 3,30 ആ ലെവലില് കയറും. ഒരു 40,000 മുടക്കിൽ വണ്ടി ഇറക്കും. അതെ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 20 ലെവലിൽ മൈലേജ് 18 രൂപ വരാറല്ലേ? ഡിപ്പെൻസും കസ്റ്റമർ ആണ്. ഓട്ടത്തിനനുസരിച്ചാണ്. 18 കിട്ടും. എന്തായാലും കിട്ടുമല്ലോ അല്ലേ? AC ഇട്ട് ഇങ്ങനെ പോകാല്ലേ? ഏത് കടും ചൂടത്തും. അതാണ്. അടുത്താണല്ല അടിപൊളി ഗുഡ്സ് അല്ല ഒരു മഹീന്ദ്ര ജീറ്റോ ആണല്ലേ? ജീറ്റോ പ്ലസ് സെയിൽസിന് പറ്റിയ വണ്ടി. കൂടെ കെട്ടി അന്വേഷിക്കുന്നവർക്ക് പറ്റിയ വണ്ടി. അതെ. എങ്ങനെ മോഡൽ ഇരുന്നാലേ? ഇത് 2022 വണ്ടി. 22 മോഡൽ ഉണ്ടല്ലേ? 26,000 കിലോമീറ്റർ. 26,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതെ. തുരുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളെന്താ ഉണ്ടോ? തുരുമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം നമുക്ക്. എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കാമല്ലേ? പുതിയ ടെസ്റ്റ് പുതിയ പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. അതെ. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? ഇത് 3,55. 8,5 കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ഇതിപ്പോ ലോൺ കയറൂലേ? കയറും. എത്ര കയറും? 3.5 ലോണും കയറും. 35,000 റുപ്യക്കുള്ള അടിപൊളി കൂട് കെട്ട ടാക്സി പരിപാടിക്ക് എല്ലാ പരിപാടിയും പറ്റും വണ്ടിയില്ലേ? എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുമല്ലോ അല്ലേ? എത്ര മൈലേജ് കിട്ടും തന്നെ? ഇതൊരു 30 മൈലേജ് 28 കിട്ടും. എന്തായാലും കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടിയല്ല അടിപൊളി. വീണ്ടും ജീറ്റോ പ്ലസ് ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ ആണല്ലേ? പെട്രോൾ അല്ലാതെ വരാത്താണല്ലേ? കുറവാണല്ലോ അല്ലേ? ഇത് എത്ര ഓടിക്കണം? 2021 മോഡലാണ്. 21 മോഡലാണ്. എത്ര ഓടിയുണ്ട്? 22 രജിസ്റ്ററുള്ള വണ്ടിയാണ്. രജിസ്ട്രേഷൻ 50,000 കിലോമീറ്റർ ഓടിയുണ്ട്. കാണിക്കണ്ട. പാച്ച് വർക്ക് കാര്യങ്ങൾ അങ്ങനെ ഇല്ല. പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം. ഫുൾ പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കുമല്ലോ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് 2.25 ലക്ഷം ചോദിക്കണ്ടേ പെട്രോൾ വണ്ടിക്ക്? അതെ. കുറച്ച് കൊടുക്കും. ഇതിന്മേൽ ലോൺ എത്ര കയറുന്നാല്? ഇതില് ഫുൾ ലോൺ കയറും. പൈസ മുടക്കണ്ട. പൈസ മുടക്കാതെ വണ്ടി ഇറക്കാല്ലേ? ഉറപ്പ് മുടക്കാതെ. ഇത് പെട്രോൾ മാത്രം മൈലേജ് 18 കിട്ടോ? 18-17 അങ്ങനെ ആ ലെവലിൽ മൈലേജ് പറയാല്ലേ? അതേമാതിരി വീണ്ടും ഇത് മഹീന്ദ്ര സൂപ്പർ വണ്ടിയാണ്. AC ഉള്ളത് 2020 ആണ്. 20 മോഡലാണല്ലേ? മോഡൽ നല്ല വൃത്തി ഉണ്ടല്ലോ. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഉണ്ടല്ലേ? എത്ര ഓടിക്കുന്നത്? അവിടെ ലോക്ക് വെക്കണം. എത്ര ഓടിക്കുന്നത്? ഇത് 79,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് 4 ലക്ഷം ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും. അതെ. ലോൺ എത്ര കയറുന്നാല്?
ലോണ് എന്തായാലും നമുക്കൊരു 370 ലോൺ കയറും. 3,70,000 ലോൺ കയറും. മാക്സിമം ഫുള്ള് ചെയ്യാൻ നോക്കാം. സിബിലുള്ളവർക്ക് പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ ഫുൾ ലോൺ കയറും. അല്ലെങ്കിൽ 10,000, 20,000 മുടക്കി ഇറക്കാം. അതെ. എത്ര മൈലേജ് ഉണ്ട് ഡീസലിന്? 18, 20 കമ്പനിയാണ്. 18 കിട്ടും. 18,000 മൈലേജും കിട്ടുമല്ലോ അല്ലേ? അടുത്ത അടിപൊളി ജീപ്പ് തന്നെയാണ് വീട്ടിലെ. ബൊലേറോ പിക്കപ്പ് 2011 മോഡല്. ബൊലേറോ പിക്കപ്പ് ആണല്ലേ? 11 മോഡൽ അല്ലേ? എത്ര ഓടിക്കണമെന്നാല്? ഇത് ഓട്ടം നോക്കിട്ട് വേണം. ഓട്ടം അത്യാവശ്യം ഓടിക്കണോ ഉണ്ടല്ലോ അല്ലേ? ഓണർഷിപ്പ് എത്ര ആയിക്കണമെന്നാല്? 2 നിലവിലുള്ള അല്ലേ? വേറെ മേജർ ആക്സിഡന്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. പുതിയ പേപ്പർ എടുത്തു കൊടുക്കും. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വണ്ടിയില്ലേ? അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 1,90,000. 1,90,000 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കാല്ലേ? ലോൺ എത്ര കയറുന്നാല്? ലോൺ എത്ര കയറും അത് നോക്കണം. കാരണം പഴയ വണ്ടി 11 കിട്ടുമോ നോക്കണം. നോക്കിട്ട് പറഞ്ഞു. 1 ലക്ഷം കിട്ടും. 1 ലക്ഷം എന്തായാലും കയറും. എന്തായാലും ഒരു 19,000, 20,000 മുടക്കിലാണെങ്കിൽ വണ്ടി ഇറക്കാം. ഡീസൽ അത്ര മൈലേജ് കിട്ടും. ഡീസലില് ഒരു 13 ആ ലെവലില് മൈലേജും കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി ടാറ്റന്റെ സൂപ്പറാണ്. ടാറ്റന്റെ എയ്സ് ആണല്ലേ? എയ്സ് മെഗ. എങ്ങനെ മോഡൽ ആയിരുന്നാല്? 16 മോഡല്. 2016 മോഡല് ടാറ്റന്റെ എയ്സ് മെഗ ആണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ നോക്കണത് ഒന്നിന് മേലുണ്ടോ? ഉണ്ട്. ഒന്നിന് മേലെ 1,60. 1,6 ഓടിക്കുന്നത്. ഓണർഷിപ്പ് എത്ര ആയിക്കോളാല്? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളല്ലേ? ഇത് എ സി തന്നെ അല്ല? എ സി അല്ലേ? സാധാരണ ഉണ്ടോ? എല്ലാ പേപ്പറും ക്ലിയർ അല്ലേ? ക്ലിയർ ആയി കൊടുക്കാം നമുക്ക്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് 1,70,000. 1,70,000 എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് എയ്സിനൊക്കെ കൊടുക്കാം. ലോൺ കയറില്ല? ലോൺ കയറും. ക്യാഷ് എത്ര കയറും? ഒരു 1,4. 1,4 ലോൺ കയറും. 50,000 മുടക്കിൽ വണ്ടി കൊടുക്കും. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഒരു 16, 17, 18 18 വരെ നമുക്ക് പ്രതീക്ഷിച്ച് പറയാൻ പറ്റുമല്ലോ. അല്ലാലും മൈലേജും കിട്ടും. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറുവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി കാണാം.